ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ യാത്ര മറ്റൊരു രാജ്യത്തേക്കാണ്. ഞാൻ ആദ്യമായിട്ട് UAE-യിലേക്കൊന്ന് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ കോഴിക്കോട് നിന്നായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. അങ്ങനെ ഞാൻ കോഴിക്കോട് എയർപോർട്ടിലെത്തി. ഇപ്പോൾ നമ്മൾ ചെക്കിങ് ചെയ്ത് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇനി അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. എയർ അറേബ്യ ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി എൻ്റെ സീറ്റൊക്കെ നോക്കി ഞാൻ പോയിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ഇവിടുന്ന് എടുക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ നീണ്ട 3.5 മണിക്കൂർ യാത്രകൾക്ക് ശേഷം റാസ് അൽ ഖൈമയിൽ വന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് റാസ് അൽ ഖൈമയിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൻ്റെ അകത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് നമ്മൾ നടന്നു പോകണം കേട്ടോ. മറ്റുള്ള എയർപോർട്ടിലെ മാതിരി അല്ല. ഒരു ചെറിയ എയർപോർട്ടാണ് ഈ റാസ് അൽ ഖൈമ എന്ന് പറയുന്ന എയർപോർട്ട്. പ്രത്യേകിച്ച് വലിയ നടപടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ അവിടുന്ന് പാസ്പോർട്ടെല്ലാം കാണിച്ച് അവിടുന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഞാൻ ഷാർജയിലേക്കാണ് പോകുന്നത്. ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് ഷാർജയിലേക്ക്. ഞാൻ വൈകുന്നേരം ആയപ്പോഴാണ് റാസ് അൽ ഖൈമയിൽ ഇറങ്ങിയത്. ഇപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു. റംസാൻ്റെ സമയത്താണ് ഞാൻ UAE-യിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഷാർജയിലേക്ക് പോകുന്ന വഴിക്കാണ് ഏതോ ഒരു സിനിമയിൽ നമ്മുടെ ഷറഫുദ്ദീൻ പറയുന്ന ഡയലോഗിലെ ആ ഒരു വീടുള്ളത്. റാസ് അൽ ഖൈമയിലെ ആ വലിയ കൊട്ടാരത്തിൽ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് പറയുന്ന ആ കൊട്ടാരമാണിത്. ഇത് ഒരു മ്യൂസിയമായിട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. പകല് സമയത്ത് മാത്രമാണ് ഈ കൊട്ടാരത്തിൽ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. പ്രത്യേക ടിക്കറ്റ് നിരക്ക് തന്നെ നമുക്ക് ഇവിടെ കയറുന്നതിന് കൊടുക്കേണ്ടതുണ്ട്. രാത്രിയിലാണ് ഞാനിവിടെ എത്തിയത്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് കയറി കാണാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് നേരെ വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. അപ്പോൾ ആദ്യമായിട്ട് UAE ചെന്നുകൊണ്ട് കുറച്ചധികം വീഡിയോസ് ഞാൻ അന്നേരം തന്നെ ഷൂട്ട് ചെയ്തായിരുന്നു. 1.5 മണിക്കൂറോളം നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ എൻ്റെ റൂമിലെത്തി. അങ്ങനെ ഒന്ന് ഫ്രഷായി സുഖമായി ഉറങ്ങി രാവിലെ എണീറ്റപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. ഫുള്ള് മൂടൽ വന്ന് കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഒന്ന് തെളിഞ്ഞതിന് ശേഷം കാണുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ഉണ്ട് നമ്മുടെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റാണിത്. പിന്നെ അന്ന് പകല് ഫുള്ള് വെറുതെ ഇരുന്നും ഒക്കെ സമയം കളഞ്ഞു. വൈകുന്നേരമാണ് വീണ്ടും ഇറങ്ങിയത്. അങ്ങനെ നേരെ പോയത് അജ്മാനിലേക്കാണ്. അജ്മാനിൽ ഒരു അജ്മാൻ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അജ്മാൻ ഫെസ്റ്റ് കാണാമെന്നും പറഞ്ഞ് ഞാനും എൻ്റെ സഹോദരിയും അളിയനും എല്ലാം കൂടെ പുറപ്പെട്ടു. ഞാൻ UAE-യിൽ ഒരു വിസിറ്റിനായിട്ട് വന്നതാണ്, പ്രത്യേകിച്ച് ഒരു ജോലിക്കോ കാര്യത്തിനോ വന്നതല്ല. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി കാണാമെന്നുള്ള ആഗ്രഹത്തിലാണ് വന്നത്. പക്ഷേ വന്ന ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മൊത്തം പ്രശ്നങ്ങളായി. റംസാൻ സമയത്ത് വന്നതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലുള്ള ഒട്ടുമിക്ക ഗവൺമെൻറ് സ്ഥാപനങ്ങളും അതുപോലെ റോഡ് സൈഡുകളും റോഡും ഒക്കെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ നമുക്ക് നല്ലൊരു കാഴ്ചയായിരുന്നു. രാത്രിയാണ് ശരിക്കും UAE കാണാൻ കുറച്ചുകൂടെ ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു. പകല് ഉള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. എത്ര ഭംഗിയായിട്ടാണ് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് ഓരോ ഭാഗങ്ങളിൽ നിങ്ങൾ നോക്കിയേ. അതുപോലെ റോഡിലൊക്കെ റംസാൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ലൈറ്റ് ഒക്കെ കൊടുത്ത് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് യാത്ര ചെയ്ത് ഈ നാട് മൊത്തം ഒന്ന് കാണാം.
അജ്മാൻ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ ടിക്കറ്റ് എടുത്ത് വേണം ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. ഒരാൾക്ക് 5 AED ആണ് ടിക്കറ്റ് ചാർജ്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ അകത്ത് കയറിയപ്പോൾ ഒരുപാട് മലയാളികൾ ഈ അജ്മാൻ ഫെസ്റ്റ് കാണാനായിട്ട് വന്നേക്കുന്നതാണ്. അതായത് നമ്മൾ കേരളത്തിലെ ഒരു സ്ഥലത്ത് പോയ മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. 70% ആൾക്കാരും മലയാളികൾ തന്നെയായിരുന്നു അവിടെ ഇത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഒന്ന് കാണാം. ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, നല്ല ഷോപ്പിംഗ് നടത്താനായിട്ട് ഉള്ള ഒരു ചെറിയൊരു സ്റ്റാള് ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ ഈ ഫെസ്റ്റിനകത്ത് കുട്ടികൾക്ക് കളിക്കുവാനുള്ള സാധന സാമഗ്രികളൊക്കെ തന്നെയുണ്ട്. ഞാനിതെല്ലാം ഒന്ന് ചുറ്റി കണ്ടു. അതിനുശേഷം ഇന്നിനിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും UAE മറ്റ് കാഴ്ചകളൊക്കെ ആയിട്ട് വരാം. താങ്ക് യു.